നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. കളമശ്ശേരി കഞ്ചാവ് വേട്ടയിലെ പ്രതികൾ KSUക്കാർ തന്നെ. കേസിൽ അറസ്റ്റിലായ ഷാലിക് KSU മുൻ യൂണിറ്റ് സെക്രട്ടറി. ഷാലിക് KSU സെക്രട്ടറി ആയപ്പോഴുള്ള KSU പോസ്റ്റർ പുറത്തുവിട്ട് കൈരളി ന്യൂസ്. പൊളിഞ്ഞു വീഴുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നുണപ്രചാരണം. കളമശ്ശേരി കഞ്ചാവ് വേട്ടയിലെ പ്രതികളായ KSU നേതാക്കൾ സ്ഥിരം ലഹരി കുറ്റവാളികൾ. KSU നേതാക്കളായ ഷാലിക്കും ആഷിക്കും മുൻപും ലഹരി ഇടപാട് നടത്തിയിരുന്നതായി പോലീസ്. KSU നേതാക്കൾക്ക് കഞ്ചാവ് എത്തിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിയെ തേടി പോലീസ്. കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപക പരിശോധന തുടരുന്നു. എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് തുടരുന്നു. പൂഞ്ഞാറിൽ ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപക പരിശോധന. കൊച്ചിയിൽ MDMAയുമായി 2 പേർ പിടിയിൽ. കോട്ടയത്ത് കഞ്ചാവുമായി 10ാം ക്ലാസ്സുകാരൻ പിടിയിൽ. ലഹരി മാഫിയക്കെതിരെ ഫലപ്രദമായ ഇടപെടൽ പോലീസ് സേന നടത്തുന്നതായി മുഖ്യമന്ത്രി. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് കൃത്യമായ ബോധവൽക്കരണം നടത്തി പൊതുജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരേണ്ടത് പ്രധാനമാണെന്നും മുഖ്യമന്ത്രി. വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കുന്നത് നീളുന്നു. ലൊക്കേറ്റ് ചെയ്ത പ്രദേശത്ത് നിന്ന് കടുവ മാറി. പരിശോധനയ്ക്ക് വേണ്ടി സ്നിഫർ ഡോഗിനെ എത്തിച്ചു. വണ്ടിപ്പെരിയാർ ദൌത്യത്തിൽ ആശങ്ക വേണ്ടെന്ന് വനം മന്ത്രി. നിലവിലെ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് സർക്കാർ നിലപാടെന്നും AK ശശീന്ദ്രൻ. കേരളത്തിലേത് രാജ്യത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ പോലീസ് സേനയെന്ന് മുഖ്യമന്ത്രി. അവമതിപ്പുണ്ടാക്കുന്ന പ്രവൃത്തികൾ സേനാംഗങ്ങൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് സംഗീത സംവിധായകൻ AR റഹ്മാൻ ആശുപത്രിയിൽ. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് റഹ്മാനെ പ്രവേശിപ്പിച്ചത്. നെഞ്ചുവേദനയെ തുടർന്നാണ് AR റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എമ്പുരാന്റെ ആദ്യ പ്രദർശനം മാർച്ച് 27-ന് 6 മണിക്ക് തുടങ്ങുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം. ലോകത്തെമ്പാടും പ്രദർശനം നടത്തുക അവിടങ്ങളിലെ ടൈം സോൺ അനുസരിച്ച്. ചിത്രമെത്തുന്നത് മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ. ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള SpaceX ഡ്രാഗൺ പേടകം ബഹിരാകാശത്തെത്തി. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഈ മാസം 19-ന് മടങ്ങുമെന്നാണ് പ്രതീക്ഷ. $88 കോടി മയക്കുമരുന്നുമായി 4 പേർ പിടിയിൽ. ഇംഫാൽ, ഗുവാഹത്തി മേഖലകളിൽ നിന്നാണ് പിടികൂടിയത്. മെറ്റാഫെറ്റമിനാണ് പിടിച്ചെടുത്തത്. KSU മുൻ യൂണിറ്റ് പ്രസിഡന്റിന് ജില്ലാ പ്രസിഡന്റിന്റെ മർദ്ദനം. മഹാരാജാസ് കോളേജിലെ KSU മുൻ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് നിയാസിനെയാണ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചത്. മദ്യപിച്ച് ആക്രമിച്ചുവെന്നാണ് പരാതി. പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസിന്. IOC ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ IOC DGM അലക്സ് മാത്യുവിന് സസ്പെൻഷൻ. IOC ആഭ്യന്തര അന്വേഷണവും നടത്തും. രാവിലെ കൊച്ചിയിലെ വീട്ടിലും ഓഫീസിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. 7 ലിറ്റർ വിദേശ മദ്യമാണ് പിടിച്ചെടുത്തത്. 29 ലക്ഷം രൂപയുടെ നിക്ഷേപം ഉള്ളതായും കണ്ടെത്തി. എഴുത്തുകാരനും നാടകരചയിതാവുമായ AK പുതുശ്ശേരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തേനരുവി, SRT സചിത്രകഥ എന്നിവയുടെ പത്രാധിപരായും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അംഗം തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്.
കുരങ്ങുകളുടെ ശല്യത്തിൽ പൊറുതിമുട്ടിയതോടെ വീട്ടുപറമ്പിലെ 18 തെങ്ങുകൾ മുറിച്ചുമാറ്റി കർഷകൻ. കോഴിക്കോട് വിലങ്ങാട് സ്വദേശി ജോഷിയാണ് തെങ്ങുകൾ മുറിച്ചുമാറ്റിയത്. കുരങ്ങുകളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജോഷിയും കുടുംബവും. വിദ്യാർത്ഥികൾ നല്ല മനുഷ്യരായി വളരാൻ ക്ലാസ് മുറിയിലെ പഠനത്തിനൊപ്പം അതിനു പുറത്തുള്ള അനുഭവജ്ഞാനവും വേണമെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരള ലളിതകലാ അക്കാദമി ഫെലോഷിപ്പ് സമർപ്പണവും സംസ്ഥാന ദൃശ്യകലാ പുരസ്കാര സമർപ്പണവും കൊച്ചിയിൽ നടന്നു. മുൻ പങ്കാളി എലിസബത്തിനും യൂട്യൂബർ അജു അലക്സിനുമെതിരെ പരാതിയുമായി നടൻ ബാലയും ഭാര്യ കോകിലയും. സമൂഹമാധ്യമത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ മുൻ ഭാര്യയുമായി ചേർന്ന് ഇരുവരും ശ്രമിക്കുന്നുവെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. പരാതിയിൽ ബാലയുടെയും ഭാര്യയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. മലപ്പുറം മഞ്ചേരിയിൽ വ്ലോഗർ ജുനൈദിന്റെ മരണത്തിൽ അസ്വാഭാവികത തള്ളി പോലീസ്. വഴിക്കടവ് സ്വദേശി ജുനൈദ് വെള്ളിയാഴ്ചയാണ് വാഹനാപകടത്തിൽ മരിച്ചത്. മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആരോപണമുയർന്നിരുന്നു. മഹാരാഷ്ട്രയിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതെ കർഷകാത്മഹത്യകൾ തുടർക്കഥയാകുന്നുവെന്നും കുറ്റകൃത്യങ്ങൾ പെരുകുകയാണെന്നും സുപ്രിയ സുലെ. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും NCP ശരത് പവാർ പക്ഷം നേതാവ്. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളി സംസ്ഥാനം. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നിലവിൽ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനും സാധ്യത. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണ് ഒരു സർക്കാർ വിദ്യാലയം. കനത്ത ചൂടിൽ നാട് വെന്തുരുകുമ്പോൾ അതിന്റെ യാതൊരു ബുദ്ധിമുട്ടും അറിയാത്ത തരത്തിലാണ് സ്കൂൾ നവീകരിച്ചത്. മലയോര ഹൈവേ പട്ടിക്കാട് വിലങ്ങന്നൂർ റീച്ച് നാടിന് സമർപ്പിച്ചു. 793 കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേയുടെ 250 കിലോമീറ്റർ റൂട്ട് കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച മലയോര ഹൈവേയുടെ ജില്ലയിലെ ആദ്യത്തെ റീച്ചാണ് പ്രൗഢഗംഭീരമായി നാടിന് സമർപ്പിച്ചത്. പാലക്കാട് വെച്ച് നടക്കുന്ന ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി യാത്രയയപ്പ് സമ്മേളനവും പൊതുസമ്മേളനവും നടന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ യാത്രയയപ്പ് സമ്മേളനവും മന്ത്രി MB രാജേഷ് പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് വടകര ബൈക്ക് മോഷണ പരമ്പരയിൽ പോലീസ് അന്വേഷണം ഊർജിതം. മോഷണം പോയ കൂടുതൽ ബൈക്കുകൾ കണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നു. സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കും. മലപ്പുറം കാട്ടുങ്ങലിൽ 75 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ വഴിത്തിരിവ്. സ്വർണവുമായി ബൈക്കിൽ സഞ്ചരിച്ച തിരൂർക്കാട് സ്വദേശി ശിവേഷ് പോലീസ് കസ്റ്റഡിയിൽ. സ്വർണം തട്ടിയെടുത്ത വലമ്പൂർ സ്വദേശിയുടെ വീട്ടിൽ നിന്നും മുഴുവൻ സ്വർണവും കണ്ടെടുത്തു. കണ്ണൂർ ഇരിട്ടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മാപ്പിളപ്പാട്ട് കലാകാരനായ കണ്ണൂർ ഉളിയിൽ സ്വദേശി ഫൈജാസ് ആണ് മരിച്ചത്. ദേശീയ പുരസ്കാരത്തിന്റെ നിറവിൽ CWRDM രാജ്യത്തെ ജലമേഖലയിലെ ഏറ്റവും മികച്ച ഗവേഷണ സ്ഥാപനത്തിനുള്ള പുരസ്കാരമാണ് CWRDM സ്വന്തമാക്കിയത്.
ഈ വർഷത്തെ സംസ്ഥാനതല വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന് ഇന്ന് തുടക്കമാകും. ഫെസ്റ്റിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര വൈകിട്ട് 4 മണിക്ക് യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്ത് നിന്നും ആരംഭിക്കും. അനന്യം കലാസംഘത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. കന്നഡ നടി രമ്യ റാവുവിന്റെ രണ്ടാനച്ഛനായ DGP രാമചന്ദ്ര റാവുവിന്റെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചു. നടപടി സ്വർണ്ണക്കടത്തു കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ഉത്തരവുണ്ടാകുന്നതുവരെ KV ശരത് ചന്ദ്ര IPS-നായിരിക്കും ചുമതല. ഭാര്യയോ ഭർത്താവോ മറ്റൊരാളോട് അശ്ലീല സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് പങ്കാളിയോട് ചെയ്യുന്ന മാനസിക ക്രൂരതയെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി. ഭർത്താവിന് കുടുംബ കോടതി നൽകിയ വിവാഹമോചനം ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ പരാമർശം. മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ ശവകുടീരത്തിനു നേരെ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് കനത്ത സുരക്ഷ. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗർ ജില്ലയിലെ ഗുൽത്താബാദിലാണ് ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. പല്ലുപറിച്ചതിന് പിന്നാലെ 3.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പ്രിയങ്ക് സർക്കാർ എന്ന 3.5 വയസ്സുകാരി. ഒരു സ്വകാര്യ ദന്ത ക്ലിനിക്കിൽ നിന്ന് പല്ലുപറിച്ചതിന് പിന്നാലെയാണ് അന്ത്യമെന്ന് കുട്ടിയുടെ കുടുംബം. ഹോളി ആഘോഷത്തിനിടെ പോലീസുകാരനോട് നൃത്തം ചെയ്യാൻ നിർദ്ദേശിച്ച് രാഷ്ട്രീയ RJD നേതാവ് തേജ് പ്രതാപ് യാദവ്. നൃത്തം ചെയ്തില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്നും തേജ് പ്രതാപ് പോലീസുകാരനോട്. ബീഹാറിലെ പട്നയിലെ തേജ് പ്രതാപ് യാദവിന്റെ ഔദ്യോഗിക വസതിയിലാണ് സംഭവം. വോട്ടർ ID ആധാറുമായി ബന്ധിപ്പിക്കുന്നത് പര്യവേക്ഷണം ചെയ്യുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിമാർ ഉൾപ്പെട്ട സമിതിയുമായി ചർച്ച നടത്തും. നിയമസഭാ സെക്രട്ടറി, UDII ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. മാർച്ച് 18-നാണ് യോഗം. മധ്യപ്രദേശിൽ 6 മാസം പ്രായമായ കുഞ്ഞിനോട് ദുർമന്ത്രവാദിയുടെ ക്രൂരത. ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ കുട്ടിയെ തീക്ക് മുകളിൽ തലക്കീഴായി കെട്ടിത്തൂക്കിയിട്ടു. ദുർമന്ത്രവാദത്തിനു പിന്നാലെ കുട്ടിയുടെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടമായി. കളിക്കുന്നതിനിടെ സഹപാഠിയുമായി വഴക്കുണ്ടാക്കിയ 3-ാം ക്ലാസ്സുകാരനെ ഇതേ സ്കൂളിലെ 8-ാം ക്ലാസ്സുകാരിയായ സഹോദരിയെ കൊണ്ട് ചൂരലിന് തല്ലിച്ച് പ്രധാന അധ്യാപിക. കോയമ്പത്തൂർ ജില്ലയിലെ പൊള്ളാച്ചിക്കടുത്തുള്ള സമീൻ മുത്തൂർ ഗവൺമെന്റ് മിഡിൽ സ്കൂളിലാണ് സംഭവം. മാർച്ച് 14-നാണ് 3-ാം ക്ലാസ്സുകാരനെ പ്രധാന അധ്യാപിക സഹോദരിയെ കൊണ്ട് തല്ലിച്ചത്. വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസിന്റെ പ്രാദേശിക ലേഖകനടക്കം 9 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയ പട്ടണത്തിൽ ഇന്നലെയുണ്ടായ 2 ആക്രമണങ്ങളിലാണ് 9 പേരും കൊല്ലപ്പെട്ടത്. കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിൽ ഇന്ത്യൻ വംശജരായ 2 വനിതകളും. ഇൻഡോ കനേഡിയൻ വംശജരായ അനിത ആനന്ദും ദില്ലിയിൽ ജനിച്ച കമൽ ഗേരയുമാണ് പുതിയ മന്ത്രിമാർ. അനിത ആനന്ദിന് നവീകരണം, ശാസ്ത്രം, വ്യവസായം എന്നീ വകുപ്പുകളുടെ ചുമതലയും കമൽ ഗേരയ്ക്ക് ആരോഗ്യ വകുപ്പിന്റെയും ചുമതലയാണ് നൽകിയിട്ടുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ ഡിജിറ്റൽ കറൻസികൾ പ്രോത്സാഹിപ്പിക്കാൻ ദേശീയ ക്രിപ്റ്റോ കറൻസി കൗൺസിൽ രൂപവൽക്കരിച്ച് പാകിസ്ഥാൻ. ഡിജിറ്റൽ കറൻസികളുടെ മുഖ്യ ഉപദേശകനായി ബിലാൽ ബിൻ സാദിഖിനെയും ധനമന്ത്രാലയം നിയമിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം.
ശനിയാഴ്ച മധ്യ അമേരിക്കയിൽ ഉടനീളം വീശിയടിച്ച ചുഴലിക്കാറ്റിലും അക്രമാസക്തമായ കൊടുങ്കാറ്റിലും 27 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ. വാരാന്ത്യത്തിൽ കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷകർ. ലഷ്കർ-ഇ തൊയ്ബയിലെ ഉന്നത ഭീകരനായ അബു ഖത്തർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട്. ശനിയാഴ്ച രാത്രി അജ്ഞാതർ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ജമ്മു കശ്മീരിൽ ഒന്നിലധികം ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഖത്തർ. ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പിന്തുടർന്നു വരികയായിരുന്നു. യമനിലെ ഹൂതികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂതികൾക്കെതിരെ ശക്തമായ നടപടികൾ ആരംഭിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹൂതികളുടെ കടൽ കൊള്ളയ്ക്കും ഭീകരതയ്ക്കും അതിക്രമങ്ങൾക്കുമെതിരെയാണ് നിലപാടെന്ന് ട്രംപ് വ്യക്തമാക്കി. അടുത്ത വർഷം അവസാനത്തോടെ ചൊവ്വ ദൗത്യം യാഥാർത്ഥ്യമാകുമെന്ന് സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക്. ടെസ്ലയുടെ സ്റ്റാർഷിപ്പ് എന്ന വാഹനത്തിൽ ഒപ്റ്റിമസ് റോബോട്ടും ഉണ്ടാവും. ലാൻഡിംഗ് വിജയകരമായാൽ 2029 മനുഷ്യരെ ചൊവ്വയിൽ ഇറക്കാനായേക്കുമെന്നും ഇലോൺ മസ്ക്. രാജ്യാന്തര വിപണിയിൽ അനിശ്ചിതത്വങ്ങൾക്കിടെ UAE-യിലും സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 1 ദിർഹം 75 ഫീൽസ് വർദ്ധിച്ച് 360 ദിർഹം 75 ഫീൽസായി. സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യത. കോഴിക്കോട് കൊയിലാണ്ടി കേന്ദ്രീകരിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന നെസ്റ്റ് ഇന്റർനാഷണൽ സെന്ററിനെ അടുത്തറിയാൻ പ്രമുഖരെ പങ്കെടുപ്പിച്ച് സുഹൂർ സംഗമം നടത്തി. സംഗമം ഗ്ലോബൽ ചെയർമാൻ അഷ്റഫ് KP ഉദ്ഘാടനം ചെയ്തു. ത്രില്ലടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുമായി റാസയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്ത്. ജസൻ ജോസഫ്, കൈലാഷ്, മിഥുൻ നളിനി, ജാനകി ജിത്തു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി. ജസൻ ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. തായ് അഭ്യങ്കറിന് ശേഷം തിക് മ്യൂസിക്കിലൂടെ പുതിയ മ്യൂസിക് സെൻസേഷനായി സാറ ബ്ലാങ്ക്. സ്വതന്ത്ര സംഗീതർക്ക് അവസരം നൽകുന്ന തിങ്ക് മ്യൂസിക്കിന്റെ തിങ്ക് ഇന്ത്യയിലൂടെ പുറത്തുവന്ന സാറ ബ്ലാങ്കിന്റെ തരുണങ്കൽ എന്ന ആൽബം റിലീസ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി. സ്ട്രേഞ്ചർ തിങ്സ് താരം മില്ലി ബോബി ബ്രൗണും ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ ക്രിസ് പ്രാറ്റും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ദി ഇലക്ട്രിക് സ്റ്റേറ്റ് എന്ന നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിന് മോശം പ്രതികരണം. 2700 കോടിയിൽ ഒരുക്കിയ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ദുരന്തമായി മാറി. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.